മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയ റംബാൻ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരക്കഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാലാണ് റംബാൻ ഉപേക്ഷിക്കുന്നതെന്നാണ് വിവരം. അതേസമയം മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജോഷി. നടൻ ചെമ്പൻ വിനോദിന്റെ രചനയിൽ മാസ് എന്റർടൈനറായി നിശ്ചയിച്ച റംബാന്റെ പൂജ വിപുലമായി നടത്തിയിരുന്നതാണ്. കയ്യിൽ ചുറ്റികയും തോക്കും വെച്ച് മുണ്ടും മടക്കി കുത്തി നിൽക്കുന്ന മോഹൻലാലുമായി മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങി. സമീർ താഹിറായിരുന്നു ഛായാഗ്രാഹകൻ. ഈ വർഷം ചിത്രീകരണം ആരംഭിക്കാനും അടുത്ത വർഷം വിഷു റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കാനുമായിരുന്നു തീരുമാനം. ഇന്ത്യയിലും വിദേശത്തുമായി ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിന് ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ്, ഐൻസ്റ്റീൻ മീഡിയ, നെക്സ്റ്റൽ സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിലായിരുന്നു നിർമ്മാണം. അങ്കമാലി ഡയറീസ്, ഭീമന്റെ വഴി എന്നീ ചിത്രങ്ങൾക്കു ശേഷം ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയായിരുന്നു റംബാൻ. ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയായിരുന്നു റംബാന്റെ പ്രമേയം. മോഹൻലാലും ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി ബി നായരുമായിരുന്നു പ്രധാന താരങ്ങൾ. റംബാൻ കല്യാണിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു. അതേസമയം ഛായാഗ്രഹകൻ സമീർ താഹിറിന്റെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിൽ ഒരു ചിത്രം ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു യുവ നടനായിരിക്കും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുക. ഇത് റംബാൻ ആയിരിക്കില്ലെന്നും മറ്റൊരു സിനിമയായിരിക്കുമെന്നുമാണ് വിവരം. സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ടായ ജോഷിയും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകർ. ലൈല ഓ ലൈല എന്ന ചിത്രമാണ് മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ അവസാനം പുറത്തിറങ്ങിയത്. ചിത്രം വമ്പൻ പരാജയമായിരുന്നു. 2019 പൊറിഞ്ചുമറിയും ജോസിലൂടെയാണ് ജോഷി ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. 2022 പാപ്പനിലൂടെ അടുത്ത ഹിറ്റും സമ്മാനിച്ചു. ജോജു ജോർജിനെ നായകനാക്കി പുറത്തുവന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം ആന്റണിയാണ് ജോഷിയുടെ സംവിധാനത്തിൽ അവസാനം റിലീസായ ചിത്രം.